ഓം നമ ശിവായ. നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളത്തിൻ്റെ പ്രതിദിന ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ജൂൺ മാസം 27-ാം തീയതി ശനിയാഴ്ച ദിവസം വിനയം, വിജ്ഞാനം, വിശേഷ ബുദ്ധി, ധനം എന്നിവയിൽ കുറേ നാളുകാർ അഗ്രഗണ്യരായി ജീവിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള നല്ല അനുഭവങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് പറയും. അതിനുശേഷം ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതകളും പങ്കുവയ്ക്കും. എല്ലാവരും കേൾക്കുക. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നാളുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം അത്ര നല്ല അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമല്ല. എന്നാൽ വലിയ മോശമായ അനുഭവങ്ങൾ ഒട്ടും തന്നെ വരാനും സാധ്യതയില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. 12-ൽ ശനി നിൽക്കുന്നു. ശനിയാഴ്ച ദിവസത്തിന്റെ അധിപനായ ശനി 12-ലാണ് നിൽക്കുന്നത്. ശനി ഒരു പാപഗ്രഹമാണ്. എന്നാൽ ശുഭഗ്രഹമായ വ്യാഴത്തിന്റെ ദൃഷ്ടി ശനിയുടെ മേൽ പതിക്കുന്നുണ്ട്. ശനി ഒരു സൽസ്വഭാവിയായിട്ടൊക്കെ ഈ മേടക്കുറുകാരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറച്ച് നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ചന്ദ്രൻ അഷ്ടമത്തിലാണെങ്കിലും ചന്ദ്രനെ ചൊവ്വ വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെതായിട്ടുള്ള വലിയ ദോഷങ്ങളൊന്നും വരത്തില്ല, എന്നാൽ വലിയ നേട്ടങ്ങളും വരത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളിലും സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളാണ് മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നാളുകാർക്ക് ഈ ശനിയാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കുടുംബം, ധനം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നല്ല തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ എങ്കിലും അവിടെ ഈ ചൊവ്വയെ ചന്ദ്രൻ വീക്ഷിക്കുന്നതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ആശ്വാസകരമായ ജീവിതാനുഭവങ്ങളൊക്കെ വന്നു ചേരുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മേടക്കുറുകാർക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവത്തിൽ വന്നു ചേരാൻ ഇടയുണ്ട്. രോഗം, ദുഃഖത്താൽ ഭാരപ്പെടാൻ ഇടയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള അനാവശ്യമായിട്ട് ചെലവുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കുടുംബം തന്നെ എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഈ ശുഭഗ്രഹത്തിന്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് കുറച്ച് ദോഷങ്ങളൊക്കെ മാറിപ്പോകും. സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും ശനിയാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള ജീവിത വിജയത്തിന് കുറേ കാര്യങ്ങളൊക്കെ തടസ്സമായിട്ട് വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ്. തൊഴിൽപരമായിട്ടുള്ള തടസ്സമുണ്ടാകാം, ഭാഗ്യക്കേടുകളായിട്ട് മാറാം, അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ ഒരു ആശ്വാസം നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും ഉണ്ടാകത്തില്ല. സുഹൃത്തുക്കൾ, സൗകര്യങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ തൊഴിൽ കൊണ്ടും ദാമ്പത്യ ജീവിതം കൊണ്ടും ഒക്കെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. മാതാവിനെ കൊണ്ടും ഒക്കെ ഉള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. വലിയ തരക്കേടില്ലാത്ത അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും കൂടുതലുമായിട്ട് വന്നു ചേരത്തില്ല. എന്നാൽ വലിയ ഉന്നതമായ നിലയിലുള്ള അനുഭവങ്ങളൊന്നും വന്നു ചേരത്തില്ല. തിരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങളിൽ കൂടി കടന്നു പോകാൻ കഴിയുന്നൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകീരൻ 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നല്ല സമയമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. മനസ്സിന് സന്തോഷമുണ്ട്, ആരോഗ്യമുണ്ട്, കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്, തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ട്. എല്ലാ കാര്യങ്ങളിലും തിരക്കേടില്ലാത്ത അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ ധനം സംബന്ധിച്ചുള്ള അല്ലെ കുടുംബം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചിലരൊക്കെ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ചിലർക്കൊക്കെ ശത്രുതകൾ വന്നു ചേരാം. എങ്കിലും വളരെ ചുരുക്കം പേർക്കൊക്കെ അങ്ങനെ വരാൻ സാധ്യതയുള്ളൂ. എങ്കിലും പൊതുവെ ചിന്തിക്കുമ്പോൾ നല്ല സമയമാണ് മിഥുനക്കുറുകാർക്ക് എന്നുള്ളതാണ് ജ്യോതിഷപരമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസവും ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശനിയുടെ തടസ്സം അനുഭവിക്കുന്നവർക്കൊക്കെ അതിൽ നിന്നൊരു ആശ്വാസം ലഭിക്കും. വ്യക്തിപരമായിട്ടുള്ള ജീവിത വിജയത്തിന് ശനിയുടെ തടസ്സം അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടും. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളിലും ഒക്കെ നേട്ടങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ പരിഹരിക്കുന്നതിന് ശനി മാറി നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ ശനിയുടെ ദൃഷ്ടി ദാമ്പത്യ ജീവിതത്തിലുള്ളത് കൊണ്ട് നാളിതുവരെ, അതായത് ജൂണിൽ വ്യാഴം മാറുന്നത് വരെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിച്ചവരൊക്കെ അതിൽ നിന്നൊക്കെ കരകയറി സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതാനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ മിഥുനക്കുറുകാരെ സംബന്ധിച്ച് മോശമായ സമയമൊന്നും പറയാനില്ല, നല്ല സമയം തന്നെ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി കർക്കിടക്കൂറാണ്. കർക്കിടക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം അവരുടെ ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന ശനിയെ ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ അത് ഒരു ചെറിയ നേട്ടം തന്നെയാണ് കേട്ടോ. വ്യാഴം ജന്മത്തിൽ നിൽക്കുന്നതുകൊണ്ട് പലരും വിചാരിക്കും നല്ലതാണെന്ന് വിചാരിക്കും. പക്ഷെ ജ്യോതിഷം പറഞ്ഞാൽ അങ്ങനെയല്ല. ജന്മത്തിൽ വ്യാഴം നിൽക്കുന്ന അത്ര നല്ലതല്ല. അപ്പോൾ ഇവരെ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് 6-ാം ഭാവത്തിന്റെ അധിപനാണ് വ്യാഴം. 6-ാം ഭാവത്തിന്റെ അധിപനാണ്. രോഗം, ശത്രുത, കടബാധ്യത ഉള്ള പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരുമെങ്കിലും അതൊന്നും ജീവിതത്തിൽ ഒരു വെല്ലുവിളിയായി മാറത്തില്ല. അത് ഒരു ആശ്വാസം തന്നെയാണ്. പിന്നെ ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതുവരെയും ഭാഗ്യക്കേടുകളിൽ കൂടി കടന്നുപോയവർക്കൊക്കെ ഭാഗ്യാനുഭവങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്.
അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ശനിയാഴ്ച ദിവസം കർക്കിടകക്കുറുകാരെ സംബന്ധിച്ചും ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. കുടുംബം, ധനം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അവർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല എന്നതും ഒരു വിഷയം തന്നെയാണ്. ചിലർക്കൊക്കെ തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ശത്രുതയായിട്ട് മാറാനും സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണം. എന്നാൽ തിരക്കേടില്ലാത്ത അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നാളിതുവരെ രോഗത്താലും പലവിധമായ കഷ്ടതകളാലും പ്രയാസങ്ങളാലും ഭാരപ്പെട്ട് കഴിഞ്ഞവർക്കൊക്കെ ഇനിയിപ്പോൾ ഒരു ആശ്വാസത്തിന്റെ കാലമാണെന്ന് ഞാൻ നേരത്തെ പോലെ പറയാൻ തുടങ്ങിയതാണ്. അത് ശരിയാണ്. ഇനിയിപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. പ്രത്യേകിച്ച് മകൻ നക്ഷത്ര ജാതകർക്ക് ശനി വലിയൊരു ശത്രു തന്നെയാണ്. ഇപ്പം ചിങ്ങൻ രാശിയിലെ നക്ഷത്രമാണ് മകൻ നക്ഷത്രം എങ്കിലും ചിങ്ങൻ രാശിയിൽ പൂരമുണ്ട്, ഉത്രം കാലുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഈ ശനി ശത്രുവാണ്. മകം, പൂരം, ഉത്രം, കാലിനും എല്ലാം ശനി ശത്രുവാണ്. അപ്പോൾ ഈ ശനി മുഖേന ദാമ്പത്യത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചു പോരുന്നവർ ഒരുപാട് പേരുണ്ട്. അഷ്ടമത്തിലേക്ക് ശനിയുടെ രാശിമാറ്റം വന്നതിന് ശേഷം ഒരുപാട് വിഷയങ്ങളാൽ ദാമ്പത്യ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചു പോവുക. അപ്പോൾ അത് വലിയൊരു വിഷയം തന്നെയാണ്. ശനി അവിടുന്ന് മാറണമല്ലോ. വ്യാഴത്തിന്റെ ഒരു ചെറിയ ദൃഷ്ടിയാണ്. വ്യാഴത്തിന്റെ വലിയ പവറുള്ള ദൃഷ്ടിയൊന്നും ശനിയുടെ മേൽ പതിക്കുന്നില്ല. ചെറിയൊരു ദൃഷ്ടിയാണ്. മുക്കാൽ ദൃഷ്ടി എന്ന് പോലും പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വലിയ ബലമൊന്നുമില്ലാത്തൊരു ദൃഷ്ടിയാണ് ശനിയുടെ മേൽ പതിക്കുന്നത്. വ്യാഴത്തിന്റെ ദൃഷ്ടി അങ്ങനെ വലിയ ബലമൊന്നുമില്ല എങ്കിലും കുറച്ചൊരു ആശ്വാസമൊക്കെ അനുഭവിക്കാം. പക്ഷെങ്കിൽ ഇങ്ങനെ ഇതിനൊക്കെ ഒരു ഇനിയിപ്പോൾ ഈ ശനി അഷ്ടമത്തിൽ നിന്ന് മാറുന്നവരെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ നീണ്ടുപോകത്തേ ഉള്ളൂ. അപ്പോൾ പരിഹാരമൊക്കെ കണ്ട് അതിന് ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കുക. ചിലരൊക്കെ ഡിവോഴ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പുനഃപരിശോധിക്കണം. സമയദോഷമാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ പുനഃപരിശോധന നടത്തിയാൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കൂടി ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പൊ ഈ കാര്യമാണ് എനിക്ക് പ്രത്യേകിച്ച് ചിങ്ങക്കുറുകാരോട് പറയാനുള്ളത്. ഒരുപാട് പേര് ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ അനുഭവിച്ച് ഡിവോഴ്സിന്റെ വാക്കിൽ എത്തിച്ചേർന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. അത് അഷ്ടമത്തിൽ ശനി വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായത്. അപ്പൊ അതുകൊണ്ട് ആ ദോഷമൊക്കെ മാറുന്നത് വരെ നിങ്ങൾ പിടിച്ചു നിൽക്കുക. നിങ്ങളുടെ ഗ്രഹനിലയൊക്കെ നോക്കി അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തു പോയാൽ നന്നായി ജീവിക്കാൻ പറ്റും. കേസ് കളിച്ച് 50,000 1,00,000 ഒക്കെ വക്കീലിന് കൊണ്ട് കൊടുക്കാതെ ചെറിയ രീതിയിലുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചു പോയാൽ നല്ലത്. എനിക്കിപ്പം അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. എല്ലാവരും കേൾക്കണമെന്നില്ല, ഞാൻ പറയുന്ന എല്ലാവരും അംഗീകരിക്കണമെന്നില്ല. എങ്കിലും എനിക്ക് പറഞ്ഞു തരേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം ഇവർക്ക് ശനി ശരിക്കും ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമാണ്. ഈ കണ്ടകശനി ഈ കന്നിക്കൂറുകാരെ ശരിക്കും കണ്ണുനീര് കുടിപ്പിക്കുന്ന ഒരു സമയമാണ്. ഇപ്പം അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇവർക്ക് കണ്ടകശനിയാണ്. ഇപ്പം അത് ഒരു മാതാവിനെ കൊണ്ടുള്ള കാര്യങ്ങൾ കണ്ടകശനിയാണ്. പിന്നെ ഇവർക്ക് ദാമ്പത്യ ജീവിതം സംബന്ധിച്ച് കണ്ടകശനിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ കന്നിക്കൂറുകാർക്ക് കണ്ടകശനിയുടെ ഒരു കാലമാണ്. അപ്പം കണ്ടകശനിയുടേതായിട്ടുള്ള ഒരു കാലം വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ജീവിതവുമായിട്ടുള്ള എല്ലാ മേഖലകളിൽ കൂടി ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പിന്നെ ദൈവാധീനം ഉള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. ദൈവാധീനം ഇല്ലാത്തവരാണെങ്കിൽ എത്ര പ്രാർത്ഥിച്ചാലും എത്ര കരഞ്ഞാലും എത്ര കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചാലും ചിലപ്പം ദൈവാനുഗ്രഹം ഉണ്ടാകണമെന്നില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്. ഇപ്പം കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പം നോക്കുമ്പോൾ 11-ാം ഭാവത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങളാണ് നിൽക്കുന്നത്? 11-ൽ വ്യാഴമുണ്ട്, 11-ൽ ബുധനുണ്ട്, 11-ൽ ശുക്രനുണ്ട്. അപ്പോൾ ഈ 3 ഗ്രഹം 11-ാം ഭാവത്തിൽ വന്ന് നിൽക്കുന്നതുകൊണ്ട് കന്നിക്കൂറുകാർക്ക് വലിയ നേട്ടമൊന്നുമില്ല. അതും മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് കന്നിക്കൂറുകാർക്ക് ഒരുപക്ഷെ ചിലർക്കൊക്കെ തരക്കേടില്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഈ ദശാകാലം സംബന്ധിച്ചോ അല്ലെങ്കിൽ ദശാകാലത്തിലെ അപകാരനാഥന്റെ സമയം സംബന്ധിച്ചാണ്. ഇപ്പം 11-ാം ഭാവത്തിൽ 3 ഗ്രഹങ്ങൾ വന്ന് നിൽക്കുന്നതുകൊണ്ട് കന്നിക്കൂറുകാർക്ക് ശനിയുടേതായിട്ടുള്ള ദോഷമെല്ലാം പൂർണ്ണമായിട്ട് മാറി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചില ദിവസങ്ങളിൽ ചന്ദ്രനും മറ്റു ഗ്രഹങ്ങളും വ്യാഴവും ഒക്കെ അനുകൂലമായി വരുന്ന ചില ദിവസങ്ങളിലൊക്കെ നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഈ ശനിയാഴ്ച ദിവസം ശനി വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല. ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും. പിന്നെ ഭീകരമായ രീതിയിൽ ജീവിതം മുമ്പോട്ട് പോവുകയാണെങ്കിൽ മനസ്സിലാക്കുക, ജനിച്ച സമയത്ത് ശനി എന്ന് പറയുന്ന ഗ്രഹം അവർക്ക് വലിയ ദോഷത്തെ ചെയ്യുന്നൊരു ഗ്രഹമാണ്. അതുകൊണ്ടാണ് കണ്ടകശനി കൊണ്ടേ പോകുമെന്നുള്ള രീതിയിലുള്ള അനുഭവങ്ങൾ ഇവർക്ക് വരുന്നത്. ആത്മഹത്യ ചെയ്യണോ, ജീവിക്കണോ, എന്ത് ചെയ്യും, അവർക്ക് കൊടുക്കാണ്ട് ഇവർക്ക് കൊടുക്കാണ്ട് എങ്ങനെ കൊടുക്കും, പണിയില്ല, വേലയില്ല, ജോലി ചെയ്താൽ കൂലിയില്ല, ജോലി ചെയ്താൽ നഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകും.
അപ്പോൾ ഇതിൽ നിന്ന് കരകയറാൻ വേണ്ടി ഈശ്വര സന്നിധിയിൽ പ്രാർത്ഥിക്കുക, മഹാദേവന്റെ സന്നിധിയിൽ പൂജ ചെയ്യുക, മഹാദേവനെ പ്രീതിപ്പെടുത്തി ജീവിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു പോയാൽ, അതും ദൈവാനുഗ്രഹം ഉള്ളവർക്കൊക്കെയാണ് ഈ പ്രാർത്ഥനയും പൂജയും കൊണ്ടൊക്കെ ഫലം കിട്ടുക. ദൈവാനുഗ്രഹമുള്ള ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കും, ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലം ഉണ്ടാകും. അപ്പം അങ്ങനെയും ആ ഒരു നേട്ടം തന്നെയാണ്. എന്നാൽ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അവർക്ക് ദൈവാനുഗ്രഹം ഒട്ടും തന്നെ ഇല്ലെങ്കിൽ ചിലപ്പോൾ പ്രാർത്ഥിച്ചാൽ പോലും അവർക്കൊരു നേട്ടവും ഉണ്ടാകത്തില്ല. അങ്ങനെയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും വലിയ നേട്ടങ്ങളൊന്നും കന്നിക്കുറുകാർക്ക് ഈ ശനിയാഴ്ച ദിവസം പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിമുക്കാൽ, രോഹിണി, മകീരൻ 2 പാദം നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ശനിയാഴ്ച ദിവസം രോഗം, കടം, ശത്രുതയാൽ ഭാരപ്പെടുന്ന ഒരു സാഹചര്യമില്ല. എന്നാൽ രോഗം, കടം, ശത്രുത നിലവിലുണ്ട്. അപ്പം അങ്ങനെ ഒരു അനുഭവമാണ് തുലാക്കുറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത്. തുലാക്കുറുകാർക്ക് കുടുംബം നനയുന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചെറിയൊരു നേട്ടം പ്രതീക്ഷിക്കാം. പക്ഷേ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ തന്നെയാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം, പക്ഷേ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളാണ്. ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഇവർക്ക് നേരിടുന്ന ഒരു സമയമാണ്. പിന്നെ ദശാകാല സമയം നല്ലതാണെങ്കിൽ നോ പ്രോബ്ലം. അതുപോലെ തന്നെ ദശാകാലത്തിലെ അപകാരമൊക്കെ നല്ലതാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ അനുഭവിക്കാതെ ജീവിച്ചു പോകുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാല, അഞ്ചം, കേട്ട നാളുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം അവർക്ക് നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ്. വിനയം, വിജ്ഞാനം, വിശേഷ ബുദ്ധി, ധനം എന്നിവയിൽ അഗ്രഗണ്യരായ ഇവർക്ക് ജീവിക്കാൻ കഴിയുന്നൊരു ദിവസമാണ്. അതാണ് വൃശ്ചികക്കൂറുകാരുടെ നേട്ടം. വൃശ്ചികക്കൂറുകാരുടെ നേട്ടം അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ ആ ഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ വീക്ഷിക്കുന്നു. അതൊരു വലിയ നേട്ടം തന്നെയാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഉള്ള ഒരു വലിയ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനപരമായിട്ടുള്ള നേട്ടമാണ്. വരിഷ്ഠ യോഗം എന്ന് പറയുന്ന ഒരു രാജയോഗ അനുഭവമാണ് ഇവർക്ക് കിട്ടുന്നത്. വിനയം, വിജ്ഞാനം, വിശേഷ ബുദ്ധി, ധനം എന്നിവയിൽ അഗ്രഗണ്യരായി വൃശ്ചികക്കൂറുകാർക്ക് ഈ ശനിയാഴ്ച ദിവസം ജീവിക്കാം. പക്ഷെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. ജനിച്ച സമയത്ത് ശനി ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമാണെങ്കിൽ ഇതൊന്നും ശനിക്കിഷ്ടമല്ല. നന്നായി ജീവിക്കുന്ന കാര്യത്തിൽ ശനിക്കിഷ്ടമല്ല. ശനി അതൊക്കെ തടസ്സപ്പെടുത്തി കളയും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇത് കിട്ടണമെന്നില്ല. വിനയം, വിജ്ഞാനം, വിശേഷ ബുദ്ധി, ധനം എന്നിവയിൽ അഗ്രഗണ്യരായി ജീവിക്കാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു അനുഭവം നിങ്ങളിൽ വന്നു ചേരും. അപ്പോൾ ആ മേഖലയിൽ ധനം ഉണ്ടാകാവുന്ന മേഖലകളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങളവിടെ വളരെ സൗമ്യമായിട്ടൊക്കെ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യും. അപ്പോൾ മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുമ്പോൾ അങ്ങനെ നിങ്ങളുടെ വ്യാപാരം അല്ലെങ്കിൽ നിങ്ങൾ ഏർപ്പെടുന്ന കാര്യം വിജയിക്കും. അങ്ങനെ ധനം വന്നു ചേരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അതേസമയത്ത് നിങ്ങൾക്ക് ശനി ദോഷം ചെയ്യുന്നൊരു ഗ്രഹമാണെങ്കിൽ ഈ ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് ദേഷ്യവും കലിയും കോപവും തടസ്സവും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് പോകും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. വിനയം, വിജ്ഞാനം, വിശേഷ ബുദ്ധി, ധനം എന്നിവയിൽ വിനയത്തോടു കൂടി പെരുമാറുക. പ്രത്യേകിച്ച് ബുദ്ധി വർക്ക് ചെയ്യുക. ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുക. തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊക്കെ അനുഭവിക്കാൻ കഴിയുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം അത്ര നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമല്ല. ഈ ശനിയാഴ്ച ദിവസം അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം കയ്യിലിരിക്കുന്ന കാശിനെ കളയും. അനാവശ്യമായിട്ട് ചെലവഴിച്ച് കളയും. വീട്ടിലുള്ളവർക്ക് പെട്ടെന്ന് ആപത്തോ അനർത്ഥമോ രോഗമോ ദുരിതമോ ഒക്കെ വന്ന് പൈസയൊക്കെ കയ്യിൽ നിന്ന് കളയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വീട്, വസ്തുവാഹനം, ഭൂമി, മാതാവ് എന്നിവയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കുക. തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ നിന്നും പൂർണ്ണമായിട്ടും തൃപ്തികരമായ അനുഭവങ്ങൾ ധനുക്കൂറുകാർക്ക് വന്നു ചേരണമെന്നില്ല. എന്നാൽ വ്യാഴത്തിന്റെ ദൃഷ്ടി ഇപ്പോൾ ശനിയുടെ മേൽ പതിക്കുന്നതുകൊണ്ട് ഒരു ആശ്വാസം അനുഭവിക്കുന്ന ഒരു സമയമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ശനിയാഴ്ച ദിവസം ശനിയുടേതായിട്ടുള്ള നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ശനി ഇവർക്ക് നല്ല അനുഭവങ്ങളെ കൊടുക്കും. വലിയ നഷ്ടത്തെ ഒന്നും കൊടുക്കത്തില്ല. അപ്പോൾ ശനി ഇവർക്ക് ഭാഗ്യം കൊടുക്കത്തില്ല. ഭാഗ്യാനുഭവങ്ങൾ ശനി തടസ്സപ്പെടുത്തി കളയും. പിന്നെ ഇവർക്ക് വലിയ ധനനഷ്ടമൊന്നും വരാതെ നോക്കും ശനി. അപ്പോൾ അങ്ങനെ ശനി കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവരെ കൂട്ടിക്കൊണ്ട് പോകും. ഭാഗ്യമൊന്നും കൊടുത്ത് ആരെയും പ്രസിദ്ധരാക്കുകയോ അല്ലെങ്കിൽ ഉന്നതമായ സ്ഥാനത്തൊന്നും എത്തിക്കത്തില്ല. നഷ്ടം വരാതെ, കയ്യിലിരിക്കുന്ന കാശ് നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കാൻ ശനി പ്രത്യേകം ശ്രദ്ധിക്കുന്ന ദിവസമാണ്. ദൈവാധീനമൊക്കെ ഉള്ള സമയമാണ്. പക്ഷെങ്കിൽ എല്ലാവർക്കും വ്യാഴത്തിന്റെ ഈ കേന്ദ്രഭാവസ്ഥിതി കൊണ്ട് ധനനേട്ടമൊന്നും പറയാൻ പറ്റത്തില്ല. കുറച്ചു പേർക്കൊക്കെ കിട്ടുമെന്നുള്ളതല്ലാതെ എല്ലാവർക്കും അതുകൊണ്ടൊന്നും പ്രയോജനപ്പെടത്തില്ല. കാരണം വ്യാഴം 12ാം ഭാവത്തിന്റെ അധിപനാണ്. ആ വ്യാഴം ഉച്ചനായിട്ട് നിൽക്കുന്നത് കൊണ്ട് വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ വലിയ ദോഷവും സംഭവിക്കത്തില്ല എന്നുള്ളതും മനസ്സിലാക്കി ജീവിക്കുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കുടുംബധനം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തിക്താനുഭവങ്ങളൊക്കെ അനുഭവിച്ചു ഇരുന്നവർക്ക് ഇനി ഇപ്പോൾ ഈ ശനിയാഴ്ച ദിവസം അതിനൊരു മാറ്റം വരും. നല്ല അനുഭവങ്ങളൊക്കെ കുടുംബം തന്നെ എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം.
അപ്പോൾ അതാണൊരു വലിയ നേട്ടം തന്നെയാണ്. ഒരാശ്വാസം ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു. ലാഭകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ ഇവർക്ക് ചെറിയ രീതിയിൽ പ്രതീക്ഷിക്കാം, വലിയ രീതിയിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഇപ്പോൾ നിലവിലുള്ളത്. അതും മനസ്സിലാക്കണം. ചിലർക്കൊക്കെ വീട് വസ്തുവാനും ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തിക്താനുഭവങ്ങൾ വന്നു ചേരാനും ഇടയുണ്ട്. മാതാവിനെ കൊണ്ടും തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ ഇടയുണ്ട്. സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൊരുട്ടാതി കാല തുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു ദിവസമാണ്. ജന്മഭാവത്തിൽ നിൽക്കുന്ന ശനി വ്യക്തിപരമായ ജീവിത വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒരു ഗ്രഹമായിട്ടാണ് ഇതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വന്ന് തടസ്സങ്ങളൊക്കെ മാറി നല്ല ഒരു ശുഭഗ്രഹത്തിൻ്റെതായിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ മീനക്കുറുകാർക്ക് കൊടുക്കാൻ പോകുന്നു. അതുകൊണ്ട് ഈ ശനിയാഴ്ച ദിവസം ശനിയുടേതായിട്ടുള്ള ദോഷം കൊണ്ട് വലിയ തിക്താനുഭവങ്ങളൊന്നും ജീവിതത്തിൽ വന്നു ചേരത്തില്ല. നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. കാര്യവിജയം പ്രതീക്ഷിക്കാൻ, പെൺമക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുഭവിക്കാൻ കഴിയും. അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ നേട്ടങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ കല്ലുകടിയായിട്ട് ഒരുപക്ഷെ സ്ത്രീകൾ മുഖേനയുള്ള പ്രശ്നങ്ങളും കടന്നു വരാം. അപ്പോൾ ഏതായാലും തരക്കേടില്ലാത്ത നല്ല അനുഭവങ്ങൾ ഏറെക്കുറെ പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും വൈഷമ്യങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കി ജീവിക്കുക. ഇനി ഞാൻ ഈ ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതകളാണ് പങ്കുവെക്കുന്നത്. ഈ ശനിയാഴ്ച ദിവസത്തെ മലയാള തീയതി 1201 ആണ്ട് മിഥുനമാസം 13 തീയതിയാണ്. ഉദയാൽപരം തിഥി ത്രയോദശി തിഥിയാണ്. ത്രയോദശി തിഥി ശനിയാഴ്ച രാത്രി 12:44 വരെ ഉണ്ടായിരിക്കും. ഉദയാൽപരം നക്ഷത്രം അനിഴ നക്ഷത്രമാണ്. അനിഴ നക്ഷത്രം ശനിയാഴ്ച രാത്രി 10:13 വരെ ഉണ്ടായിരിക്കും. ശനിയാഴ്ച ദിവസം പൂരാടം, അനിഴം, വിശാഖം, പോരുട്ടാതി, ഉത്രട്ടാതി, ചിത്തിര, പൂയം, ആയില്യം, തിരുവോണം, ഉത്ര എന്നീ നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാടം, ഉത്രാടം 4, മിഥുനക്കൂറിൽപ്പെട്ട മകരൻ, തിരുവാതിര, പുണർതം 3/4 നാളുകാർ, മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നാളുകാർ, ചോതി, അത്തം, പോര് എന്നീ നാളുകാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ വന്നു ചേരാൻ ഇടയുണ്ട്. സൂക്ഷിക്കണം. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളത് പറഞ്ഞിരിക്കുക. ശനിയാഴ്ച ദിവസം രാവിലെ 7:38 മുതൽ 9:08 വരെയുള്ള സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനുശേഷം 10:38 മുതൽ ഉച്ച കഴിഞ്ഞ് ഉച്ചയ്ക്ക് 12:24 വരെയുള്ള സമയത്ത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. ഉച്ച കഴിഞ്ഞ് 1:38 മുതൽ 5:08 വരെയുള്ള സമയത്തും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ ശുഭസമയമാണ് ജ്യോതിഷം പറയുന്നു. ഇനിയും സംഖ്യാജ്യോതിഷമാണ് പറയുന്നത്. സംഖ്യാജ്യോതിഷം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 27 ഒറ്റസംഖ്യയാക്കുമ്പോൾ 9 വരും. ഏതൊരു മാസം 9, 18, 27 എന്നീ തീയതിയിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നിരുന്ന ഒരു ദിവസമാണ്. പരിഹാരമായിട്ട് നീല, ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ എല്ലാവരും തന്നെ ധരിക്കുക. ഇപ്രകാരമുള്ള വസ്ത്രധാരണം കൊണ്ട് നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നുണ്ട്. ഇനി ഈ ശനിയാഴ്ച ദിവസം ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുന്ന നാളുകാർ പൂയം, ഭരണി, അനിഴം, അവിട്ടം, ചിത്തിര, പൂരം, മകേരം, പൂരാടം, ഉത്രട്ടാതി, വിശാഖം എന്നീ നാളുകാർക്ക് ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുമെന്ന് ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.